ഷിരൂരിലെ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനെ കണ്ടെത്താൻ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് തെരച്ചിൽ. 60 അടി ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന യന്ത്രമാണ് ഇത്. ഗംഗാവാലി നദിയിലെ മൺകൂനയ്ക്കുള്ളിൽ ലോഹവസ്തു കുടുങ്ങിയിട്ടുണ്ടെന്ന് ആർമിയും നേവിയും റഡാർ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ എന്ത് നടക്കുന്നു ഈ രക്ഷാദൗത്യ മേഖലയിൽ എന്ന് പരിശോധിക്കാം. തത്സമയ വിവരങ്ങളുമായി ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമും ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പും ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി, ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ടല്ലോ, അതുപയോഗിച്ചുള്ള പരിശോധന ഇവിടം വരെ എത്തി. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഹാഷ്മി? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിയത്. നമുക്ക് ഈ നദിയുടെ അങ്ങേ തലക്കൽ കാണാം ആ ബൂം എക്സ്കവേറ്റർ അതിന്റെ പ്രവർത്തനം തുടരുന്നത്. എക്സ്കവേറ്ററിന് ഈ 60 അടി നീളത്തിലുള്ള വലിയ കൈ ആണെന്നാണ് നമ്മൾ കേട്ടിരുന്നത്. ഉന്മേഷ്, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ആ പുഴയ്ക്ക് നടുവിലെ കാണുന്ന ആ മൺകൂനയാണ്. അത് ഒരു 30 അടി താഴ്ചയുള്ള പുഴയിൽ മണ്ണിട്ട് നികന്ന് 2 ആൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചെറു ദ്വീപാണ്. അവിടെയാണ് ഈ റഡാറും സോണാറും ഒരു സിഗ്നൽ കണ്ടെത്തിയത്. അവിടേക്കുള്ള പരിശോധനയ്ക്ക് ഉപയുക്തമാകും ഈ കാണുന്ന ബൂം എക്സ്കവേറ്റർ എന്നുള്ളതായിരുന്നു സാനി ബൂം എക്സ്കവേറ്റർ നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ യന്ത്രക്കൈകൾക്ക് എത്ര നീളമുണ്ടെങ്കിലാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുക. എന്തായാലും അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ യന്ത്രക്കൈകൾക്ക് ഈ വലിയ മൺകൂനിലേക്ക് എത്താൻ ഏതാണ്ട് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണെന്ന് എന്ന് ഉറപ്പായും പറയാം. അപ്പോൾ പിന്നെ എന്താണ് മാർഗം എന്നുള്ളതാണ് ആലോചിക്കുന്നത്, എന്താണ് ബി പ്ലാൻ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അതിന്റെ യന്ത്രക്കൈകൾക്ക് ഇനിയും നീളാനുള്ള മറ്റെന്തെങ്കിലും സാങ്കേതിക സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണെന്ന് പറഞ്ഞാൽ എഞ്ചിൻ മുതൽ ആ താഴെത്തട്ട് വരെ കാണുന്നതാണ് ഇതിന്റെ 60 അടി നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നീളം അതിലില്ല. ഇപ്പോൾ നടത്തുന്നത് അതിന്റെ പുഴയോട് ചേർന്ന ആ പുഴയോര പ്രദേശങ്ങൾ പരിശോധന നടത്തുകയാണ്. അവിടെ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് രക്ഷാദൗത്യ സംഘം. അവിടെ ഈ ലക്ഷ്മണന്റെ ചായക്കടയോട് ചേർന്ന് പാടമുണ്ടായിരുന്ന സ്ഥലമാണ് ആ സ്ഥലം. അവിടെ ഒരു 10-15 അടി ഉയരത്തിൽ മണ്ണ് കിടക്കുകയാണ്. അതിനുള്ളിൽ പരിശോധന വേണം രക്ഷാദൗത്യ സംഘം ആവശ്യപ്പെട്ടതാണ്. അതിന് പ്രകാരം അവിടെ ഈ മണ്ണുമാന്തി യന്ത്രം അതിന്റെ ഭീമൻ ബക്കറ്റ് പോലുള്ള കൈകൾ കൊണ്ട് അവിടെ മണ്ണ് തിരഞ്ഞ് അതിനുള്ളിൽ വാഹനമുണ്ടോ എന്ന് ഉറപ്പായും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് അവിടെ അല്ല ഉന്മേഷ്. നമ്മുടെ ടാർഗറ്റ് കാണുന്ന ആ വലിയ മണ്ണുമലയാണ്, ആ കാണുന്ന വലിയ ആ ചെറിയ ദ്വീപാണ്. ആ ദ്വീപിലേക്ക് ഈ യന്ത്ര സംവിധാനം എങ്ങനെ എത്തും എന്ന് എത്ര ആലോചിച്ച് പിടികിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയുള്ളവരോട് ചോദിക്കുമ്പോൾ ഉള്ള ഒരു സ്ട്രാറ്റജി അവിടെ നിന്ന് മണ്ണിട്ട് അതിനടുത്തേക്ക് ഒരു വഴി ഉണ്ടാക്കിയ ഈ വണ്ടി ഇതിനടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് യന്ത്രക്കൈ എത്തുന്ന അവിടം വരെയെങ്കിലും പുഴയിൽ മണ്ണിട്ട് നികത്തി അതിന്റെ മുകളിൽ കൂടി ഓടിച്ച് അതിനടുത്തേക്ക് എത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഒരു വഴി പറയുന്നത്. ആ വഴി പക്ഷേ അത് എത്ര നാൾ എടുത്താലാണ് ആ രീതിയിൽ ഈ മൺകൂനയ്ക്കടുത്തേക്കൊക്കെ ഒരു വഴി ഉണ്ടാക്കി എത്തി പരിശോധന നടത്തുക എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഇമ്മീഡിയറ്റായി ഈ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണുമലയിൽ പരിശോധന നടത്തൽ ഏതാണ്ട് അസാധ്യമാണെന്ന് തന്നെ പറയാം. വലിയ കുത്തൊഴുക്കുണ്ട്. ഈ യന്ത്രക്കൈ വന്നതിന് ശേഷം, ഈ യന്ത്ര സംവിധാനം വന്നതിന് ശേഷം നേവിയുടെ ഡിങ്കി ബോട്ടുകൾ പലയാവർത്തി ആ കാണുന്ന ദ്വീപിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സജ്ജീകരണം ആലോചിക്കുകയാണ്. 60 അടി എന്ന് പറയുന്നത് 60 അടി നീളം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ കാർവാർ MLA പറഞ്ഞതിലെ പിഴവോ ആണ്. 60 അടി താഴ്ചയാണ് ഇതിനുള്ളത്. അതുറപ്പായും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു എക്സ്കവേറ്ററിന്റെ യന്ത്രക്കൈ പോകാത്തത്ര ആഴത്തിലേക്ക് ഈ യന്ത്രക്കൈകൾ താഴേക്ക് പോകുന്നുവെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴും മനസ്സിലാവാത്തത് നമ്മുടെ ടാർഗറ്റ് അതല്ല. ഇപ്പോൾ ഈ പുഴയോരത്ത് പരിശോധിക്കണം എന്നുള്ള കാര്യം രക്ഷാദൗത്യ സംഘം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ്. ഉറപ്പായും അവിടെ പരിശോധന വേണം. അവിടെ അർജുന്റെ വാഹനം ഉണ്ടാകാം എന്ന് സംശയിക്കാനുള്ള മതിയായ കാരണങ്ങൾ പലതുണ്ട്. അത് ഈ GPS സിഗ്നൽ അടക്കം ഒരുപക്ഷെ അവിടെ ഉണ്ടാകാമെന്ന മതിയായ കാരണം ഉണ്ട്. അവിടെ പരിശോധന വേണം. പക്ഷേ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടെയല്ല. ഇതാണ് അതിന് കാരണം ഈ സോണാറിലെയും റഡാറിലെയും സിഗ്നൽ കിട്ടിയത് അത് അവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഈ യന്ത്രക്കൈ നമ്മൾ വലിയ പ്രതീക്ഷാപൂർവ്വം ഈ നദിയുടെ ഒത്തനടുക്കായി ഉയർന്നു നിൽക്കുന്ന ഈ മണ്ണുമലയിലേക്ക് ഒരു പരിശോധന ഇന്ന് സാധ്യമാകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അത് ഇന്ന് എന്തായാലും സാധ്യമാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അത് പ്രാക്ടിക്കൽ അല്ല. ഇനി അതിനടുത്തേക്ക് ഒരു വഴി ഉണ്ടാക്കാൻ നോക്കിയാലും ആ വഴി ഉണ്ടാക്കി അങ്ങോട്ടേക്ക് എത്തൽ എന്തായാലും അത് ദീർഘനാൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അറിയാവുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അത്തരത്തിൽ ഈ പ്രൊക്ലൈനർ നദിയുടെ നടുഭാഗത്തേക്കൊക്കെ എത്താറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ പ്രോസസ്സ് ഈ പ്രൊക്ലൈനറിന് പോകാൻ ആവശ്യമായ ഒരു വഴി ഉണ്ടാക്കുക എന്നൊരു പ്രോസസ്സ് അവിടെ ബാക്കിയാണ്. അതൊക്കെ എത്ര നാൾ എടുക്കുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാകും. അതുകൊണ്ട്
ആ മണ്ണുമല പരിശോധന എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നല്ല. എന്തായാലും ഈ നേവിയുടെ ഡിങ്കി ബോട്ടുകൾ ഈ സമയം അത്രയും ഇവിടെ രക്ഷാദൗത്യം തുടരുകയാണ്. ഇന്ന് രാവിലെ ഒരു പെരുമഴ ഇടയ്ക്ക് പെയ്തിരുന്നു. ആ പെരുമഴ സമയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ രാവിലെ 6 മണി മുതൽ ഈ പുഴ കണ്ട് നിൽക്കുകയാണ് ഉന്മേഷ്. ഇവിടെ നമുക്ക് രാവിലെ മുതൽ കാണുമ്പോൾ അറിയാം ഇതിന്റെ ഒഴുക്ക് ഓരോ മിനിറ്റ് കൂടുന്തോറും കൂടിക്കൂടി വരും. നമുക്ക് കാഴ്ച നമുക്ക് കാണാം. ഒരുപക്ഷെ ഇവിടെ മലയിലോ മറ്റോ വലിയ മഴ പെയ്യുന്നുണ്ട്. ആ വലിയ മഴയുടെ പെയ്ത്തോളം ഇങ്ങോട്ട് ഇറങ്ങി ഇതിന്റെ ഒഴുക്ക് വല്ലാതെ കൂട്ടുന്നുണ്ട്. നമ്മൾ രാവിലെ കണ്ടതിനേക്കാൾ ഒരു ഇരട്ടി പ്രഹരശക്തിയിൽ ഈ ഒഴുക്കിങ്ങനെ ഉണ്ടാവുകയാണ്. നദിയുടെ മുകൾ പരപ്പിലെ ഒഴുക്കിതാണെങ്കിൽ ഇതിന്റെ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ഇതിന്റെ 10 മടങ്ങ് ആഘാതത്തിൽ പ്രഹരശേഷിയുള്ള കുത്തൊഴുക്കാവും, അടിയൊഴുക്കാവും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇത് ഗോകർണത്തോട് ചേരുന്ന അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് അഴിമുഖമൊക്കെയാണ്. ആഴം കൂടുതലാണ്, അടിയൊഴുക്ക് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നേരത്തെ മഴ പെയ്തപ്പോൾ ആ ഡിങ്കി ബോട്ടുകൾ മാറ്റി നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സമയം അത്രയും നേവിയുടെ ഡിങ്കി ബോട്ടുകൾ കറങ്ങുകയും എന്തായാലും ഡൈവർമാരുടെ സംഘത്തിന് ഇറങ്ങൽ അസാധ്യമാണ് താഴത്തെ അടിയൊഴുക്ക് കാരണം. എങ്കിൽ കൂടിയും അവർ ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും പുതിയ ഒബ്ജക്റ്റുകൾ ഈ നദിയുടെ അടിത്തട്ടിൽ കാണാനുണ്ടോ എന്ന തീവ്രമായ പരിശ്രമത്തിലാണ്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ട ഒരു തെരച്ചിലെ മാന്ദ്യം എന്തായാലും ഇന്നലെയും ഇന്നും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നേർക്കുനേർ നിൽക്കുമ്പോൾ കാണാനില്ല. നാവിക കരസേനകളുടെ ഒരു സംയുക്ത രീതിയിൽ കാര്യമായ എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തിയേ മതിയാകും എന്ന ഇച്ഛാശക്തിയിൽ ഒരു തെരച്ചിൽ നമുക്ക് കാണാം. ഇന്ന് പക്ഷേ ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ കണ്ട യന്ത്ര സംവിധാനമാണ് ഈ കാണുന്നത്. അത് കാർവാർ MLA അദ്ദേഹത്തിന്റെ മുൻകൈയിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം മുൻകൈയിൽ, എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ പണമടക്കം എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ സ്വന്തം മുൻകൈയിൽ എടുത്തുകൊണ്ടുവന്ന സംവിധാനമാണ്. ആ സംവിധാനത്തെ വലിയ പ്രതീക്ഷയോടെ നമ്മൾ കണ്ടതാണ്. കാര്യം ഇവിടെ അത്തരത്തിലുള്ള മാസീവ് സംവിധാനങ്ങളില്ലാതെ ഇവിടെ തെരച്ചിലെത്തേണ്ട അസാധ്യമാണെന്ന് നമുക്ക് ഇവിടെ ഒറ്റക്കാഴ്ചയിൽ തന്നെ ബോധ്യമാവുന്നതാണ്. ആ യന്ത്ര സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു നമ്മൾ. ഇനി വരാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. അതിൽ ആ യന്ത്ര സംവിധാനം നിലവിലുള്ള അവസ്ഥ പ്രകാരം ആ കരയിൽ നിന്നുകൊണ്ട് രാവിലെ MLA അടക്കം, ഇന്നലെ MLA അടക്കമുള്ളവർ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഈ കരയിൽ നിന്നുകൊണ്ട് ഇതിന്റെ യന്ത്രക്കൈ അങ്ങോട്ടേക്ക് നീട്ടി ഈ മണ്ണുമല സ്ക്രാപ്പ് ചെയ്യാൻ കഴിയും, മാന്താൻ കഴിയുമെന്നുള്ളതായിരുന്നു MLA അടക്കം പറഞ്ഞത്. എന്തായാലും അത് അസാധ്യമാണ് എന്നുറപ്പാണ് ഈ ദൃശ്യങ്ങൾ വെച്ച് നോക്കിയാൽ. അതല്ലാതെ ഈ സംവിധാനത്തെ ഈ പറയുന്ന മൺകൂനയ്ക്ക് അടുത്തേക്ക് എത്തിക്കാനുള്ള മാർഗം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇനി വരാനുള്ളത് എന്തായാലും ആ പ്രതീക്ഷ അങ്ങനെ നിൽക്കുകയാണ്. ഇനി വരാനുള്ളത് വൈകിട്ട് വരുന്ന നമ്മുടെ അത്യാധുനിക സംവിധാനമാണ്. ഒരു തരത്തിൽ ഡ്രോണാണ്. അത് ഈ നദിയുടെ മുകൾ പരപ്പിലൂടെയാണ് സഞ്ചരിക്കുക. 20 മീറ്റർ ആഴത്തിൽ കുറച്ചുകൂടി സോണാർ എന്ന് പറയുന്നത് ഉന്മേഷ് നമുക്ക് നൽകുക ചില ഗ്രാഫിക്കൽ രീതിയിലുള്ള ചില ഇമേജുകൾ മാത്രമാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഉപഗ്രഹം, ഇനി വരാൻ പോകുന്ന ഡ്രോൺ സംവിധാനം അത് ആഴത്തിൽ 20 മീറ്റർ ആഴത്തിൽ നദിയുടെ അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയറായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നൽകുകയും അതുവഴി അങ്ങോട്ടേക്കുള്ള രക്ഷാദൗത്യം എളുപ്പമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. പ്രൈം ടാർഗറ്റ് നമ്മുടെ ഈ മണ്ണുമല തന്നെയാണ്. ഇപ്പോഴും മണ്ണുമലയിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തെങ്കിലും ഒരു ബി പ്ലാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അരുൺ പാറക്കൽ കൂടി ചെയ്തു. അരുൺ, നമ്മൾ ഈ യന്ത്രം വന്നപ്പോൾ മുതൽ നോക്കുകയാണ്. ഇത് അവിടെ നിന്ന് അതിന്റെ യന്ത്രക്കൈ ആ മലയിലേക്ക് എത്താൻ എങ്ങനെയെങ്കിലും ഇവിടെ ഉണ്ടോ, പോസിബിലിറ്റി ഉണ്ടോ? അരുൺ, ആ മണ്ണ് അവിടെ ഇട്ട് ഒരു വഴിയുണ്ടാക്കാതെ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹാഷ്മി, അവിടെ ആ യന്ത്രക്കൈ എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം MLAയും അതുപോലെ തന്നെ ഈ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു യന്ത്രം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ ഇത്രത്തോളം അടിയൊഴുക്കുള്ള MLA പറഞ്ഞത് കരയിൽ നിന്നുകൊണ്ട് ഇതിന്റെ കൈ നീട്ടി അതിലേക്ക് പോയി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് എങ്ങനെയാണ് എത്തുക? ഇല്ല, അത്തരത്തിലൊരു സാഹചര്യം നമുക്കിവിടെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 500 മീറ്ററോളം വീതിയുള്ള ഒരു പുഴയാണ്. ആ പ്രദേശത്ത് അപകടം നടന്ന പ്രദേശത്ത് ഷിരൂരിലെ ആ മല ഇടിഞ്ഞു വീണ് ഇപ്പുറത്തെ അങ്കോല താലൂക്കിലെ ഒളവറയിലേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. ആ 500 മീറ്ററോളം വീതിയാണ് ആ പ്രദേശത്തുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 1 കിലോമീറ്റർ നമുക്ക് വീതി തോന്നുന്നുണ്ട്. ആ സ്ഥലത്ത് 500 മീറ്ററോളം വീതിയുണ്ട്. ഈ 500 മീറ്ററോളം വീതിയുള്ള ഒരു സ്ഥലത്ത് അതിന് നടുക്കാണ് ഈ ഒരു മൺകൂന അല്ലെങ്കിൽ ഒരു തുരുത്ത് ഉള്ളതെങ്കിൽ അത് 250 മീറ്ററോളം അകലെയാണ്. ആ അകലേക്ക് ഈ ഒരു നദിയുടെ ഒത്ത നടുക്കാണ്. അതെ, ഈ ഒരു ഒത്ത നടുക്കാണ്. ഈ ഒത്ത നടുക്കിലേക്ക് ആ യന്ത്രക്കൈ ഉപയോഗിച്ച് ഒരു കാരണവശാലും എത്താൻ സാധിക്കില്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നതാണ്. മറ്റൊന്ന്, ആ യന്ത്രം എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിക്കാൻ, അതായത് അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതകളായിരിക്കും പരിശോധിക്കുക. ഒരുപക്ഷെ അതിനു മുൻപ് ആ ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് ആ യന്ത്രക്കൈ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ആഴത്തിലൊന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് പരിശോധിക്കുന്നത് ആ പ്രദേശത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു, അതിനോട് ചേർന്ന ചില വയലുകൾ, അതായത് ഒരു താഴ്ന്ന പ്രദേശമുണ്ടായിരുന്നു. ആ താഴ്ന്ന പ്രദേശത്ത് എവിടെയെങ്കിലും ഈ ലോറി വീണു കിടക്കുകയോ അങ്ങനെ ആ മണ്ണ് ആ ലോറിക്ക് മുകളിൽ അടയുകയോ ചെയ്തിട്ടുണ്ടോ എന്ന
ഒരു ആശങ്ക ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ആ ഒരു ആശങ്ക ഇപ്പോൾ പരിഹരിക്കുകയായിരിക്കാം. ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കുകയായിരിക്കാം. ആ യന്ത്രക്കൈ ഉപയോഗിച്ച താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോഹ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇതുമായി ബന്ധപ്പെട്ട ആളെ വിളിച്ചു ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് എക്സ്പെർട്ട് അല്ല എങ്കിൽ കൂടി അറിയാവുന്ന ആളാണ്. അയാൾ പറയുന്നുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പ്രൊക്ലൈനറുകൾ നദിയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അതെങ്ങനെയാണ്? അത് അവിടെ മുതൽ അത് താഴ്ത്തി അവിടെ മണ്ണിട്ട് നികത്തി ഇതിനുള്ള വഴി ഉണ്ടാക്കി അങ്ങോട്ടേക്ക് എത്താറുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എത്ര സമയമെടുക്കുന്ന പ്രോസസ്സാകും അങ്ങനെയാണെങ്കിൽ? ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും അങ്ങനെ മണ്ണിട്ട് നികത്താൻ, അതായത് 250 മീറ്ററോളം അകലെയുള്ള ഈ പുഴയുടെ ഒത്ത നടുക്കുള്ള പ്രത്യേകിച്ച് കർണാടക ഉൾവനത്തിലൊക്കെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ, കനത്ത അടിയൊഴുക്കുള്ള സാഹചര്യത്തിൽ ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുക എന്നത് പ്രായോഗികമായി എത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും കാലതാമസം എടുക്കും. അവിടേക്ക് മണ്ണെത്തണം. ഈ മണ്ണൊക്കെ ഇപ്പോൾ ശരിയാണ് ഹാഷ്മി. അരുൺ, ഏതായാലും അത്തരത്തിൽ മണ്ണിട്ട് നികത്തി നദിയുടെ മധ്യഭാഗത്തേക്ക് എത്താനുള്ള നീക്കമാണെങ്കിൽ അതിന് ദിവസങ്ങൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഇപ്പോഴത്തെ രക്ഷാദൗത്യത്തിലേവരും പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്.